Hallelujah, Karthave, Pacha Karthave. Appa, hallelujah, Karthave, we come in your presence, O Lord, Karthave, Pacha Karthave. We come with the living bread, O Lord, Karthave, hallelujah, Karthave, Pacha. Appa, hallelujah, Karthave, let the Holy Spirit, Karthave, manifest, Karthave, Pacha Karthave, through the word of the Lord, Karthave. Appa, the word of the Lord is, Karthave, living and active, Karthave. It's like a double-edged sword, Karthave, which can pierce our heart, soul, Karthave, and spirit, Karthave, judge our thoughts, Karthave, and restore in all goodness, Karthave. Appa, hallelujah, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കർത്താവേ, അപ്പാ ഹല്ലേലൂയ കർത്താവേ, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. അപ്പാ ഹല്ലേലൂയ, യഹോവയുടെ ജീവനുള്ള വചനത്തിൽ കൂടെ കർത്താവേ ഞങ്ങൾക്ക് സംസാരിക്കുവാൻ അപ്പച്ചത് ഇടയാക്കണമേ കർത്താവേ. പ്രാർത്ഥന സ്തോത്രം യേശു നാമത്തിൽ തന്നെ, ആമേൻ. ഞാനിങ്ങനെ ബാക്കി ഇരുന്നപ്പോൾ എൻ്റെ ഇന്നത്തെ മെസ്സേജിൻ്റെ കോർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ് കേട്ടോ, വേർഡ് ട്രസ്റ്റ് ആക്ച്വലി. അപ്പോൾ ഞാനിങ്ങനെ ബാക്കി ഇരുന്നപ്പോൾ നമ്മൾ ആദ്യം പാടിയ പാട്ടിൽ എനിക്ക് ആനറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും ആ ലിറിക്സിൽ ട്രസ്റ്റ് ഇല്ല. അപ്പോൾ വെൻ ഷി യൂസ് ദ വേർഡ് ട്രസ്റ്റ്, ഐ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾറെഡി ഹിയർ ആൻഡ് ഹി ഗീവ് മി എ ഡബിൾ കൺഫർമേഷൻ ദാറ്റ് ദിസ് ഈസ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ദാറ്റ് വി ഹാവ് ടു മെഡിറ്റേറ്റ് ടുഡേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇതിൽ വായിക്കുന്നു Psalms 125 verses 1. Those who trust in the Lord shall be like Mount Zion which cannot be removed but abides forever. യഹോവയിൽ ആശ്രയിക്കുന്നവരെന്താണ്? കുലുങ്ങാതെ എന്നേക്കും സിയോൻ പർവ്വതം പോലെ ഇരിക്കും. ഓക്കെ, ഇതിന് കൂടെ വേറൊരു വാക്യമുണ്ട്, ജോൺ chapter 7 verses 37. Gospel of John 7 verses 37. Gospel of John 7 verses okay, first John. വിശ്വസിക്കുന്നവർ മേൽ തിരുവെഴുത്ത് പറയുന്നതിൽ ജീവജലത്തിൻ്റെ നദികൾ കവിഞ്ഞു. അത് ഏത് വാക്യാണ്? ഓക്കെ, 7 verses 38. യെസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവരെന്താണ്? സ്ക്രിപ്ചർ പറയുന്ന പോലെ, തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ കവിഞ്ഞൊഴുകുന്നു. അപ്പോൾ രണ്ട് വാക്യാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ദോസ് ഹു ട്രസ്റ്റ് ഇൻ ലോർഡ് എന്താണ്? എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നു. നമ്മൾ വിശ്വസിക്കും തോറും എന്താണ്? നമ്മൾ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നു. വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ജീവജലത്തിൻ്റെ നദികൾ എന്താ നമ്മൾ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ, വിശ്വസിക്കുന്നവരുടെ മേൽ എന്താണ്? ജീവജലത്തിൻ്റെ നദികൾ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ ട്രസ്റ്റ്? വാട്ട് ഈസ് ട്രസ്റ്റ് ആൻഡ് ബിലീഫ്? അല്ലേ, രണ്ടും വളരെ സിമിലർ ആണ് കേട്ടോ. ഞാനത് കോർത്തിണക്കുകയാണ്. നമ്മളെപ്പോഴാണ് എന്താണ് വാട്ട് ഈസ് ട്രസ്റ്റ്? ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡിന് വൈഫിനോടുള്ള വിശ്വാസം, വൈഫിന് ഹസ്ബൻഡിനോടുള്ള വിശ്വാസമാണ് ട്രസ്റ്റ്. അപ്പോൾ ദൈവം നമ്മൾ നോക്കുമ്പോൾ വാട്ട് ഈസ് ട്രസ്റ്റ്? ദൈവത്തിന് നമ്മളിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ദർ ഇസ് എ കോൺഫിഡൻസ് ഫോർ ജീസസ് ഇൻ അസ്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ അടുത്ത് കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗോഡ് ഈസ് ലീഡിങ് അസ് ത്രൂ ഡിഫറെൻറ്റ് പാത്വേസ്. ചിലപ്പോൾ ദ നൈറ്റ് വിൽ ബി ഡാർക്ക്. നമ്മൾ പാടിയതുപോലെ വി മൈറ്റ് ബി ലെഡ് ത്രൂ ദ വാലി ഓഫ് ഡാർക്ക്നെസ്, ഷാഡോ ഓഫ് ഡെത്ത്, വാലി ഓഫ് ഡാർക്ക്നെസ്. ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് ഗോഡ് ട്രസ്റ്റസ് ത്രൂ ദാറ്റ് പ്രോസസ്. ഗോഡ് ട്രസ്റ്റസ് ദാറ്റ് വി വിൽ ട്രസ്റ്റ് ദാറ്റ് പ്രോസസ്. ബട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ആർ വി ഏബിൾ ടു ട്രസ്റ്റ് ഗോഡ് ബാക്ക്? മനസ്സിലല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്ന എന്താണ്? എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നു. തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി എന്താണ്? കവിഞ്ഞൊഴുകുന്നു. അപ്പോൾ എപ്പോഴാണ് ശരിക്കും ഈ ട്രസ്റ്റ് ആപ്ലിക്കബിൾ ആവുന്നത്? എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ട്രസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നറിയോ? നമ്മൾ സന്തോഷമായിരിക്കുമ്പോഴല്ല ട്രസ്റ്റ് വരുന്നത്. സന്തോഷമായിരിക്കുമ്പോഴല്ല നമ്മൾ ട്രസ്റ്റ് വരുന്നത്. നമ്മുടെ ട്രസ്റ്റ് നമ്മൾ ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നത് when the time is dark. Understood? In a real Christian, the reason for him to trust God, he will trust God in good and bad times. പക്ഷേ ഈ ട്രസ്റ്റ് എപ്പോഴാണെന്നറിയോ പുറത്തു വരുന്നത്? when the time is bad, when the time is dark. അപ്പോൾ we all know we had Good Friday 2 days back and today is the resurrection day. I was thinking, ഈ ട്രസ്റ്റിൻ്റെ ഒരു എപ്പിറ്റോം നമുക്ക് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? Where can we find the epitome of this
trust. So let's turn to മാത്യു ചാപ്റ്റർ 26. അതിനകത്ത് ഗത്സമന തൊട്ട് ഗോൽഗോഥ വരെ, ഗത്സമന തൊട്ട് ഗോൽഗോഥ വരെയാണ് മാത്യു ചാപ്റ്റർ 26 അങ്ങോട്ട് പോകുന്നത്. ഗത്സമന തൊട്ട് ഗോൽഗോഥ വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയോ ആർക്കെങ്കിലും? എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയോ? 2.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഗത്സമന തൊട്ട് ഗോൽഗോഥ വരെ. പക്ഷേ ഈ ഗത്സമന തൊട്ട് ഗോൽഗോഥ വരെ യേശുക്രിസ്തുവിൻ്റെ ആ യാത്ര നോക്കിയാൽ there are several passages which highlights Jesus' trust in God the Father. യേശു പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച ചില മോമെന്റ്സ് ഒക്കെ ആ പാസേജും പാത്വേയിലുണ്ട്. യേശുവിൽ നിന്ന് എന്ത് ചെയ്തു? ജീവജലത്തിൻ്റെ നദികൾ എന്താണ്? കവിഞ്ഞൊഴുകിയ എന്താണ് അതുണ്ട്. സോ ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡാർക്ക്നെസ്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡാർക്ക്നെസ്. ഗത്സമന തൊട്ട് ഗോൽഗോഥ വരെ എന്താണ്? ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡാർക്ക്നെസ്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡാർക്ക്നെസ്. ദൈവത്തിൽ നിന്ന് ഒന്നും കേൾക്കുന്നതായിട്ടൊന്നും യേശു എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, മാത്യു ചാപ്റ്റർ 26:37 ഒന്ന് വായിക്കോ. He took with him Peter and the 2 sons of Zebedee, and he began to be sorrowful and deeply distressed. Next. Then he said to them, my soul is exceedingly sorrowful, even to death. Stay here and watch with me. Okay, അപ്പോൾ ഗത്സമന തോട്ടത്തിലാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായ സെബദി പുത്രന്മാരും ജോണിൻ്റെ അടുത്തും പീറ്ററിൻ്റെ അടുത്തും പറയുകയാണ് എന്താണ്? എൻ്റെ പ്രാണൻ എന്താണ്? മരണവേദന പോലെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഞാനും എന്താണ് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ മരണവേദന, ഇപ്പോൾ ദർ ഇസ് എ കണ്ടീഷൻ കോൾ ഹിമാറ്റോഹൈഡ്രോസിസ്. ഞാൻ ഇന്നലെ ആർട്ടിക്കിളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തു. അതിനകത്ത് പറയുന്നത് യേശു ടെൻഷൻ അടിച്ചിട്ട് ആങ്സൈറ്റിയുടെ ആ ഒരു എപ്പിട്ടോം എത്തിയപ്പോൾ എന്താ സംഭവിക്കണത്? ത്രൂ ഹിസ് സ്വെറ്റ് ഗ്ലാൻസ് ദ ബ്ലഡ് വാസ് ഫ്ലോയിങ് ത്രൂ ഹിസ് സ്വെറ്റ് ഗ്ലാൻസ്. അപ്പോൾ യേശു അത്രത്തോളം എന്താണ് പ്രാണവേദനയിൽ കടന്നു പോകുമ്പോൾ എന്താണ് വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യല്ല ചെയ്തു. ആദ്യം എന്ത് ചെയ്തു? യേശു ക്രിസ്തു മുട്ട് മടക്കി. അണ്ടർസ്റ്റുഡ്? മുട്ട് മടക്കി. നമ്മൾ വചനം വായിക്കുന്ന പോലെ those who trust in the Lord are secure as Mount Zion. അല്ലെ? യേശു നമുക്കിവിടെ കാണിച്ചു തന്നെ. ആദ്യം യേശു എന്ത് ചെയ്തു? മുട്ട് മടക്കി. മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു യേശു. മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു യേശു. വചനം വെച്ച് എന്ത് ചെയ്തു? പോരാടി. അതിനകത്തൊരു വാക്യം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്നുണ്ട്. എന്താണ്? കഴിയുമെങ്കിൽ if it's possible kindly take this cup away from me if it's possible. Then again എൻ്റെ വില്ലല്ല ദൈവമേ, ദൈവത്തിൻ്റെ വില്ലാണെന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു? ആ തോട്ടിനെ കറക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ when we are anxious, when we are tempted, when we are in trials and temptations, എന്താണ് സംഭവിക്കുന്നത്? when we walk through the valley of darkness, എന്താണ് സംടൈംസ് നമ്മുടെ ചിന്തകൾ പതറിപ്പോവാം. പക്ഷെ നമ്മൾ ചിന്തകളെ എന്താണ് ദൈവത്തിൻ്റെ വില്ലിനനുസരിച്ച് എന്താണ് നമ്മൾ അതാ പറയണത്, യഹോവയിൽ ആശ്രയിക്കുന്ന എന്നേക്ക് കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ജീസസ് ഡിഡ്ന്റ് ലെറ്റ് ഹിസ് തോട്ട് വാണ്ടർ അവേ. എന്നിട്ട് ജീസസ് അവിടെ നിന്ന് എണീറ്റ്, നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ 26:39 വായിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഞാൻ പറയാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞു, യേശു ക്രിസ്തു എണീറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ്? യൂദാസും സോൾജേഴ്സും വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെയാണ് ഇപ്പം ക്രൂശിക്കാൻ ഞാൻ എൻ്റെ സിറ്റുവേഷൻ എന്നെ ഇടുകയാണ്. ക്രൂശിക്കാൻ എന്നെയാണ് യഹൂദന്മാർ നിശ്ചയിച്ചെങ്കിൽ യൂദാസ് നിൽക്കുകയാണ്, യേശു നിൽക്കുകയാണ്. യേശു ക്രിസ്തു ആ പ്രാർത്ഥനയിൽ കൂടെ ആ ആശ്രയം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ജീസസ് വുഡ് ഹാവ് ഡെഫിനറ്റ്ലി പാനിക്ഡ്. യൂദാസ് അടുത്ത് വന്നപ്പോൾ ചുംബിച്ചപ്പോൾ, കൂട്ടുകാരെ നീ അന്വേഷിക്കുന്ന നസറേനെ യേശു ഞാനാണെന്നാണ് വളരെ കൂളായിട്ട്, വളരെ സിമ്പിളായിട്ട്, വേവർ ചെയ്യാതെ, നമ്മൾ നേരത്തെ വായിച്ച പോലെ those who trust in Lord എന്താണ് are secure as Mount Zion. സിയോൻ പർവ്വതം പോലെ. ആ വാക്യം ഒന്നും കൂടെ എടുത്ത് വായിക്കോ. those who trust in Lord are like mountains which cannot be moved, which abides. യഹോവയിൽ ആശ്രയിക്കുന്ന എന്താണ് കുലുങ്ങാതെ സിയോൻ പർവ്വതം പോലെ എന്ത് ചെയ്തു? ദൈവം നിന്നു. രണ്ടാമത്തെ ഇൻസ്റ്റൻസസിൽ യേശുവിനെ പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് താഴെ വായിക്കുന്നു, പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് അപ്പം തന്നെ വാളുറയുന്നെടുത്ത് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. പത്രോസിന്റെ വിശ്വാസം അവിടെ പോയി. പത്രോസിനെ അല്ല അറസ്റ്റ് ചെയ്യാൻ വന്നത്, യേശുവിനെയാണ് അറസ്റ്റ് ചെയ്യാൻ വന്നത്. പക്ഷെ പത്രോസിന് ദൈവത്തോടുള്ള ആശ്രയം ഇല്ലാത്തത് കൊണ്ടാണ് പത്രോസ് he panicked. He did what he shouldn't do. യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവിടെ ഹൗ ഡിഡ് ഹി സാൽവേജ് ദ സിറ്റുവേഷൻ? പെട്ടെന്ന് തന്നെ ഹി ഡിഡ് എ ഹീലിംഗ് മിനിസ്ട്രി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീസസ് ഈസ് സീയിങ് ദ ഡെത്ത് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഐസ്.
നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിടും, ക്രൂശിൽ കിടന്ന് എൻ്റെ സകല രക്തം ചീന്ന് ഒരുപാട് ശരീരവും മാനസികമായ വേദനയിൽ കൂടെ ജീസസ് കടന്നു പോകുമ്പോഴും എന്ത് ചെയ്തു? വിശ്വസിക്കുന്നവരുടെ മേൽ ജീവജലത്തിൻ്റെ നദികൾ കവിഞ്ഞൊഴുകുന്നു എന്ന് പറയുന്ന പോലെ ജീസസ് വാസ് ഏബിൾ ടു ഹാർനസ് ദ പവർ ഫ്രം ദ ഗോഡ്. ഹാർനസ് ദ പവർ ഫ്രം ദ ഗോഡ്. അപ്പം എന്താണ് വാക്യം? ദോസ് ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, those who trust in the Lord are secure as Mount Sion. സിയോൻ പർവ്വതം പോലെ എന്താണ്? യേശു കുലുങ്ങാതെ നിൽക്കുകയാണ്. യേശു കുലുങ്ങാതെ നിൽക്കുകയാണ്. ആസ് വി ഗോ ഡൗൺ, അടുത്തൊരു ഇൻസ്റ്റൻസ് യേശു ക്രൂശുമായിട്ട് പോകുന്ന സമയത്ത് ഇത് ചാപ്റ്റർ ഓഫ് ലൂക്ക് ചാപ്റ്റർ 28 verses 31. യേശു ക്രൂശുമായിട്ട് ഗോൽഗോഥയിലേക്ക് കയറുന്ന ആ വഴിയിൽ ഒരുപാട് ലോഡ് ഓഫ് വുമൺ ഹു ആർ ക്രൈയിങ് ഫോർ ജീസസ്. യേശുവിന് വേണ്ടി കരയുക. അപ്പോൾ യേശു പറയുക, സ്ത്രീകളെ എന്താണ്, നിങ്ങൾ എനിക്ക് വേണ്ടി കരയേണ്ട, ഡോണ്ട് ഫീൽ പിറ്റി ഫോർ മീ, ഡോണ്ട് ക്രൈ ഫോർ മീ, നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. എഗെയിൻ എന്താണ്? ജീസസ് വാസ് ഏബിൾ ടു റിലീസ് എ പ്രോഫസി ബൈ ഹാർനസിങ് ദ പവർ ഓഫ് ജീസസ്. അവിടെ വേവർ ചെയ്തില്ല. അത് ഭയങ്കര പെക്യുലർ ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? യേശു ശാരീരികമായും മാനസികമായും ഭയങ്കര വ്യഥ അനുഭവിച്ചിട്ടിരിക്കുന്ന സമയമാണ്. ഈ ലോകത്തിൻ്റെ പാപത്തെ എന്ത് ചെയ്തു? ദൈവം ചുമക്കുക. നമ്മളുടെ ബുദ്ധിയിൽ ഒരാൾ ഒരു കുറ്റം ചുമത്തിയാൽ എന്താണ്? ഇറ്റ് വിൽ കൺട്രോൾ ആൻഡ് മാനിപ്പുലേറ്റ് അവർ മൈൻഡ്. പക്ഷേ ഈ ലോകത്തിൻ്റെ ഫുള്ള് പാപത്തെ, ലോകത്തിൻ്റെ ശാപത്തെ എല്ലാം എന്താണ്? ദൈവത്തിൻ്റെ മേൽ എന്താണ്? ദൈവം യേശുവിൻ്റെ മേൽ എന്താണ്? ഹി ഹാഡ് ടു സ്ട്രഗിൾ. ബട്ട് ദെൻ അഗെയിൻ വചനം പറയുന്ന പോലെ എന്താണ്? വിശ്വസിക്കുന്നവരുടെ മേൽ തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ എന്താണ്? കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് വൈ ഹി വാസ് ഏബിൾ ടു റിലീസ് എ പ്രോഫസി. സ്ത്രീകളെ, എന്നെക്കുറിച്ച് നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ മക്കളെക്കുറിച്ച് കരയും. പ്രോബബ്ലി ഹി വാസ് പ്രോഫസൈസിങ് അബൌട്ട് എന്താണ്? എ ബിഗ് വാർ ദാറ്റ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ ഇൻ AD 63. കല്ലോട് ചേരാത്ത വണ്ണം എന്താണ്? ഒരു വലിയൊരു യുദ്ധം നടക്കും, ഇസ്രായേൽ തകരും, ദേ വിൽ സ്കാറ്റർ. ജീസസ് വാസ് ഏബിൾ ടു റിലീസ്. വിശ്വസിക്കുന്നവരുടെ തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ എന്താണ്? കവിഞ്ഞൊഴുകി. യഹോവയിൽ ആശ്രയിക്കുക, എന്നേക്ക് കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നത് നമ്മൾ വായിക്കുന്നു. ആൻഡ് അനദർ ഇൻസ്റ്റൻസ്, ഞാൻ വളരെ ചിന്തിച്ചൊരു ഇൻസ്റ്റൻസ് ആണ്. ലൂക്ക് ചാപ്റ്റർ 22 ചാപ്റ്റർ 54 to 61 നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ്സ് എ പാസേജ് അബൌട്ട് പീറ്റർ ഡിനൈയിങ് ജീസസ്. 55 to 61 വരെ ഒന്ന് വായിക്കുമോ? And after a little while another saw him and said, "You also are one of them." But Peter said, "Man, I am not." Then after about an hour had passed, another confidently affirmed, saying, "Surely this fellow also was with him, for he is a Galilean." But Peter said, "Man, I do not know what you are saying." Immediately while he was speaking, the rooster crowed. And the Lord turned and looked at Peter. Then Peter remembered the word of the Lord, how he had said to him, "Before the rooster crows, you will deny me 3 times." So Peter went out and wept bitterly. And അടുത്ത വാക്യം കൂടെ വായിക്കൂ. Now the men who held Jesus mocked him and beat him. അപ്പോൾ ഇവിടെ ഈ പാസേജിൽ ജീസസ് ഓൾറെഡി പ്രോഫസൈസ്. പീറ്റർ ഇങ്ങനെ പത്രോസ് യേശു പ്രോഫസൈ ചെയ്ത പോലെ 3 തവണ തള്ളി പറയും. പീറ്റർ ഓൾറെഡി പാനിക്. യഹോവയിൽ ആശ്രയം നഷ്ടപ്പെട്ടു പോയ പീറ്റർ ഓൾറെഡി പാനിക്. ജെയിംസിനെയും അന്ന് കാണും, സബദി മക്കളെ അവിടെ കാണുന്നില്ല. എന്താണ്? സൺസ് ഓഫ് തണ്ടർ എന്നാണ് അവിടെ പറയുന്നത്. അവർ കാണുന്നില്ല. ദേ ആർ നോട്ട് ഇൻ ദ പിക്ചർ. പീറ്റർ ഓൾറെഡി പാനിക്. പീറ്റർ ഓൾറെഡി കമ്മിറ്റഡ് ഫസ്റ്റ് മിസ്റ്റേക്ക്. പീറ്റർ അടുത്ത മിസ്റ്റേക്ക് എന്താണ്? കമ്മിറ്റ് ചെയ്യാണ്. ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. യേശു ക്രിസ്തുവിൻ്റെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്, ഫാരിസീസ് ഉണ്ട്, പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്. അവരൊക്കെ പ്രോബ്ലി യേശുവിന് എന്തായിരിക്കും? തുപ്പുമായിരിക്കും, അപവാദം പറയുമായിരിക്കും, കുറേ പേര് അടിക്കുന്നുണ്ടാവും, ചവിട്ടുന്നുണ്ടാവും. പീറ്റർ വോണ്ട് ബി ദാറ്റ് മച്ച് നിയർ ടു ജീസസ്. അതെനിക്ക് ഉറപ്പാണ്. ഭയം കാരണം കുറച്ച് ഹി മസ്റ്റ് ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. ഒരു 100 മീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോണ്ടിരിക്കും. പത്രോസ് 3 തവണ തള്ളി പറയും. എന്ത് ചെയ്തു? യേശു ക്രിസ്തു പത്രോസിനെ നോക്കി. ഈസ് പീറ്റർ ദാറ്റ് ഡിഫറെൻറ്റ് ഫ്രം യൂദ? യൂദയെ പോലെ പീറ്റർ ഡിഫറെൻ്റ് ആണോ? പാപത്തിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് അല്ല. യൂദാസ് പരസ്യമായിട്ട് ജീസസിനെ ഒറ്റിക്കൊടുത്തു. യേശു 3 പേരുടെ മുമ്പിൽ പീറ്റർ 3 തവണ യേശു മുമ്പിൽ തള്ളി പറഞ്ഞു. അണ്ടർസ്റ്റുഡ്? പത്രോസ് ഓൾറെഡി എന്താണ്? ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ഫെയ്ത്ത്, ഹി ഹാസ് ലോസ്റ്റ് ഹിസ് വിഷൻ, ഹി ഹാസ് ലോസ്റ്റ് ദ പർപ്പസ് ഓഫ് ദ മിഷൻ. He could have already suicided actually. He could have already suicided like യൂദ. പക്ഷെ കരുണയുള്ള കണ്ണുകൾ എന്ത് ചെയ്യുന്നറിയോ? പത്രോസിൻ്റെ കണ്ണിലുടക്കി. ആക്ച്വലി ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ സിറ്റുവേഷൻ when we thought this is the end of the world,
ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ വേൾഡ് ഫോർ മീ. ദർ ഇസ് നോ ഹോപ്പ് ഫോർ മീ ടുമോറോ. ഐ എം നോട്ട് ഗോയിങ് ടു വേക്ക് അപ്പ് ടുമോറോ. പക്ഷെ ആ കരുണയുള്ള കണ്ണുകൾ നമ്മളെ പലപ്പോഴും നോക്കിയോണ്ടല്ലേ നമ്മളിന്ന് ജീവനോടെ നിൽക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ഈ വചനമല്ല നമ്മൾ നിർത്തി വിശ്വസിക്കുന്നവർ മേൽ ജീവജലത്തിൻ്റെ നദികൾ കവിഞ്ഞൊഴുകുന്നു പറഞ്ഞ പോലെ തന്നെ യേശുക്രിസ്തുവിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി കവിഞ്ഞൊഴുകിയതുകൊണ്ടാണ് ആ പത്രോസിനെ വീണ്ടെടുക്കാൻ പറ്റിയത്. യേശു പത്രോസിനെ നോക്കിയപ്പോൾ ഇതായിരിക്കും കണ്ടത്. പത്രോസെ, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ജീസസ് സോ ദാറ്റ്. ജീസസ് എന്ത് ചെയ്തു? ഹി റിഡീംഡ് പീറ്റർ. എങ്ങനെ? വിശ്വസിക്കുന്ന യേശുവിൻ്റെ മേൽ എന്താണ്? ജീവജലത്തിൻ്റെ നദി കവിഞ്ഞൊഴുകിയത് കൊണ്ടാണ്. പത്രോസ് ശരീരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല, പക്ഷെ ജീസസ് വാസ് ട്രസ്റ്റിംഗ് ഗോഡ്. നിങ്ങൾ അതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. എവിടെ നിന്ന് കിട്ടി ജീസസിന് പവർ? ബിക്കോസ് ഹി നീൽഡ് ആൻഡ് പ്രേഡ് ഇൻ ഗാർഡൻ ഓഫ് ഗെത്സമന. അവിടെ നിന്നാണ് പവർ. യഹോവയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കും. ഒരു ഇൻസ്റ്റൻസ് കൂടെ ഞാൻ പറയാം. വെൻ ജീസസ് വാസ് ഇൻ ദ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു ആയിരുന്നപ്പോഴത്തേക്ക് 2 കള്ളന്മാരുണ്ട്. അണ്ടർസ്റ്റുഡ്? പ്രോബബ്ലി 2 കള്ളന്മാർ അവർ ദുഷിക്കുകയായിരിക്കാം, അവർ പഴിക്കുകയായിരിക്കാം, അവരുടെ വ്യതകൾ പറയുകയായിരിക്കാം, അവരെ ഇങ്ങനെ ചാർജ് ചെയ്തതിൻ്റെ ഒക്കെ പറയുകയായിരിക്കാം. പക്ഷെ എന്ത് ചെയ്തു? ജീസസ് വാസ് ഏബിൾ ടു റിഡീം വൺ മോർ ക്രിമിനൽ ജസ്റ്റ് ഹവേഴ്സ് ഓർ മിനിറ്റ്സ് ബിഫോർ ജീസസ് ഡെത്ത്. ഒരു കള്ളൻ ടെസ്റ്റിഫൈ ചെയ്യാണ്, എന്താണ്? നീ സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ യേശു പറയുന്നത്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ദ പ്രസൻസ് ഓഫ് മൈൻഡ് ഓഫ് ജീസസ്. മനസ്സിലായി? യഹോവയിൽ ആശ്രയിക്കുന്നവരെന്താണ്? ദേ ഹാവ് ഹൈ പ്രസൻസ് ഓഫ് മൈൻഡ്. ദ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കരമാണ് നമുക്ക്. ദോസ് ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്താണ്? ആർ ലൈക്ക് മൗണ്ട് സിയോൺ. നമ്മൾ വേവർ ചെയ്യില്ല. വി ഷുഡ് നോട്ട് വേവർ. ദാറ്റ് ഈസ് വാട്ട് ദ വേർഡ് ഓഫ് ദ ഗോഡ്. നമ്മൾ വേവർ ചെയ്യില്ല എന്ന് മാത്രമല്ല, വി വിൽ എൻഡ്യൂർ ഫോർ എവർ. അത് മാത്രമല്ല, ദോസ് ഹു ബിലീവ് ഇൻ ഗോഡ് ആസ് ദ സ്ക്രിപ്ചർ, ജീവജലത്തിൻ്റെ നദി കവിഞ്ഞൊഴുകിയതുകൊണ്ടാണ് എന്താണ് ആ ആത്മാവിനെ കുറിച്ച് കൂടെ എന്ത് ചെയ്യുന്നത്? മിനിറ്റ്സിന് മുമ്പ് ഹി വാസ് സേവ്ഡ് ഫ്രം ദ പിറ്റ് ഓഫ് ഹെൽ, ദ ഡാർക്ക്നെസ് ഓഫ് ഹെൽ, ഇൻ ടു ദ മാർവലസ് ലൈറ്റ്. നമ്മൾ വായിച്ച വചനത്തിലേക്ക് എന്താണ് നമ്മൾ കടന്നു വരികയാണ്. ദോസ് ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, മനസ്സിലായില്ലേ, ആർ സെക്യൂർ ആസ് മൗണ്ട് സയൺ ആൻഡ് ദേ വിൽ നോട്ട് ബി ഡിഫീറ്റഡ് ബട്ട് വിൽ എൻഡ്യൂർ ഫോർ എവർ. ആ വചനം ഞാൻ ഒന്നും കൂടെ പറയട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നവരെന്താണ്? എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കും. വിച്ച് കനോട്ട് ബി മൂവ്ഡ്. എന്ന് സിയോൻ പർവ്വതം പോലെ ഇരിക്കും. വിച്ച് എൻഡ്യൂർസ് ഫോർ എവർ. അത് കുലുങ്ങില്ല. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 3-ാം വാക്യം വായിക്കും. Psalms 125 verses 3. For the scepter of wickedness shall not rest on the land allotted to the righteous, lest the righteous reach out their hands to iniquity. അതെ, അപ്പോൾ നീതിമാൻ നീതികേടിൽ കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടൻ്റെ ചെങ്കോൽ എന്താണ്? നീതിമാന്മാരുടെ അവകാശത്തിൽ ഇരിക്കുകയില്ല. ഓക്കെ, സോ നമ്മുടെ ജീവിതത്തിൽ വെൻ വി ടേക്ക് ദിസ് സിറ്റുവേഷൻ, അല്ലേ, നമ്മുടെ എല്ലാ ജീവിതത്തിലും എന്താണ്? വി ഷുഡ് ലേൺ ടു ട്രസ്റ്റ് ദ ഗോഡ്. ജീസസ് ട്രസ്റ്റ് ചെയ്ത്, ഹി ട്രസ്റ്റഡ് ഗോഡ്, ഹി ട്രസ്റ്റഡ് ദ പ്രോസസ്. മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടി കൂടെ പോകാൻ പോകുന്ന യേശു അറിഞ്ഞു. The hours which is going to follow me, it's going to be a situation of pain and darkness, whether the father might turn his face away from me. പക്ഷേ എന്ത് ചെയ്ത്? He trusted the process in God. We have to trust the process sometime. നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ഡാർക്ക്നെസ് വരുമ്പോൾ എന്താണ്? വി ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. മറുമറുക്കാതെ പിറുപിറുക്കാതെ എന്ത് ചെയ്യണം? വി ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ജീസസ് ഡിഡ്, വിശ്വസിക്കുന്നവരുടെ മേൽ എന്താണ്? ജീവജലത്തിൻ്റെ നദികൾ എന്താണ്? നമ്മളുടെ ഉള്ളിൽ നിന്ന് കവിഞ്ഞൊഴുകിക്കൊണ്ടേ ഇരിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ചിലപ്പോൾ കട്ടിൽ കിടക്കുകയായിരിക്കും, നമ്മൾ ചിലപ്പോൾ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും കേട്ടോ. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, ഒരു പാട്ട് പോലും പാടാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. പക്ഷെ എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനമുള്ളതുകൊണ്ട് ജീവജലത്തിൻ്റെ നദികൾ എന്താണ്? കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, നീതിമാൻ നീതികേടിൽ കൈനീട്ടാതിരിക്കേണ്ടതിന് എന്താണ്? ദുഷ്ടൻ്റെ ചെങ്കോൽ നീതിമാൻ. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നുണ്ട്, വി വിൽ നോട്ട് ബി സബ്ജക്റ്റഡ് ടു ട്രയൽ ആൻഡ് ടെംപ്റ്റേഷൻ ഫോർ ടു ലോങ്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. മനസ്സിലായി? കാരണം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്താണ്? നീതിമാനായ നമ്മ എന്ത് ചെയ്യും? ചിലപ്പോൾ നീതികളിൽ കൈനീട്ടിപ്പം, വി ആർ ഹ്യൂമൻസ്, അല്ലേ? അപ്പോൾ ദുഷ്ടൻ്റെ ചെങ്കോൽ എന്താണ്? നീതിമാന്മാരുടെ മേൽ ഉണ്ടാവില്ല. ജസ്റ്റ് ലൈക്ക് ജീസസ് ഡൈഡ് ആൻഡ് ഹി റോസ് ഓൺ ദ തേർഡ് ഡേ, ദാറ്റ് ഇസ് ദ ഡേ ദാറ്റ് വി ആർ അക്നോളജിങ് ആസ് ടുഡേ, ഈസ്റ്റർ ഡേ, ദ റിസറക്ഷൻ ഡേ. ദ തേർഡ് ഡേ എന്ത് ചെയ്തു? ജീസസ് റോസ് ഫ്രം ദ ഡെഡ്.
ജീസസ് റോസ് ഫ്രം ദ ഡെഡ് അല്ലെ, അവൻ്റെ മേൽ, യേശുവിൻ്റെ മേൽ ചുമത്തിയ കുറ്റം അല്ലെ, ദ സിൻ, ദ കേഴ്സ്, ദ ഡിസീസസ്, അവർ ആങ്സൈറ്റീസ്, അവർ ഡിപ്രഷൻസ്, അവർ കേഴ്സസ്, ഹി ഡിഫീറ്റഡ് ഓൺ ദ ക്രോസ്. മനസ്സിലായില്ലേ? കൊലോസ്യനിൽ വായിക്കുന്നതിൽ ക്രൂശിൽ എന്ത് ചെയ്തു? സാത്താൻ്റെ സകല ആയുധ വർഗങ്ങളെയും വെപ്പിച്ച് അവനെ തോപ്പിച്ച് എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? പരസ്യകോലമാക്കി. ലൈക്ക്വൈസ് ഗോഡ് ഈസ് ഗോയിങ് ടു ടേക്ക് ദ സ്കെപ്റ്റർ ഓഫ് വിക്കഡ്നെസ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ആരാധിച്ച് റബാന ശന്തന ധീര രക്ഷസിയ റബാനിയ അർത്ഥമന സീഖ റബാന ശന്തന ധീര ബല 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 ബൗഷസിയ റബ അർത്ഥമന സീഖ റബാന ശന്തന ധീര ബല 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 ബൗഷസിയ റബ. അപ്പാ വി സബ്മിറ്റ് കർത്താവേ, ഹല്ലേലൂയ, ദിസ് വേർഡ് കർത്താവേ. ഓ റബാന ശന്തന Appa, we are taking away the scepter of the wickedness, Kartave, from our life, O Lord, Kartave. Oh Rabana Shantal Kalmana Sika Rabania. Oh Deva Maranate Jaichadabole, a Padalate Jaichadabole, Vishambuline Jaichadabole, Satane Jaichadabole, anxiety Jaichadabole, depression Jaichadabole, Christun Paritan, Virodama, you Sagathan Jaichadabole, Kartave. We are rising above, O Lord, Rabania Shantana Dira Rekshasia Rabba. Appa, hallelujah. Dustan the Changol and Udichu കർത്താവേ, ദുഷ്ടന്റെ ചെങ്കോൽ ഞങ്ങൾ ഒടിച്ചു കളയുന്നു കർത്താവേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ നിൽക്കുന്ന ദുഷ്ടന്റെ ചെങ്കോൽ ഒടിച്ചു കളയുന്നു കർത്താവേ. അപ്പാ ഞങ്ങളുടെ മക്കളുടെ മേൽ നിൽക്കുന്ന ദുഷ്ടന്റെ ചെങ്കോൽ ഒടിച്ചു കളയുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഒടിച്ചു കളയുന്നു കർത്താവേ. ഓ റബാന ശന്ധന ധീര രക്ഷസിയ റബ. ഓ പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകലവിധ ബലത്തെയും കർത്താവേ, we are stamping upon it, O Lord, റബാനിയ ശന്ധന ധീര രക്ഷസിയ. ഓ റബന ശന്ധന ധീര ബല 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 ഉടബ റിഖാമന ശന്ധന ആദ്യ മനുഷ്യനായ ആദാമിനെ വഞ്ചിച്ച് പാപത്തിന്റെ ശാപത്തിലാക്കിയ, രോഗത്തിന്റെ ശാപത്തിലാക്കിയ, ദുഃഖത്തിന്റെ ശാപത്തിലാക്കിയ അപഹലെ സാത്താനെ കാൽവറി ക്രൂശിൽ ഓ റബാന ശാന്തന ധീര രക്ഷസിയ റബ. ഓ ഹല സ്ത്രീയുടെ സന്തതി ഓ സർപ്പത്തിന്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവേ. ഓ we are claiming the word of the Lord കർത്താവേ. ഓ റബാന ശാന്തന ധീര ബല 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 ഉഷസിയ റബ. അപ്പ ദുഷ്ടന്റെ ചെങ്കോൽ ഞങ്ങൾ ഒടിക്കുന്നു. ഓ റബാന ശാന്തന ധീര രക്ഷസിയ റബ. നശിച്ചു പോകുന്ന ദൈവജന ഭോഷത, പക്ഷെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് ദൈവശക്തിയായി വ്യാപരിക്കുന്നു കർത്താവേ. റബല ബല ബല ഉഷസിയ റബ. അർത്ഥമന സീഖ റബാന ശന്തന ധീരം രക്ഷസിയ റബ. അപ്പാ റബാന ശന്തന ധൂര ബല 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 ഉഷസിയ റബ. ഓ റബാന ശന്തന ധൂര ബല 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 ഉഷസിയ റബ. അപ്പാ just like you rose again from the dead കർത്താവേ, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ ബലിയിടനായ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്ന ദൈവമേ, ഓ റബാന ശന്തന ധീര രക്ഷസിയ റബ. ഓ bring us back, O Lord കർത്താവേ. ഓ ഹല്ലേലൂയ, സമാധാനത്തിൽ തിരിച്ചു കൊണ്ടുവരണമേ, സൗഖ്യത്തിൽ തിരിച്ചു കൊണ്ടുവരണമേ കർത്താവേ, വിടുതലിൽ മടക്കി കൊണ്ടുവരണമേ കർത്താവേ. ഓ റബാന ശന്ധന ധീര രക്ഷസിയ റബാനിയ അൽതമന സീഖ റബാനിയ. ഓ റബാന ശന്ധന ധൂര രക്ഷസിയ റബ. ഫറവോന്റെ ഭുജത്തെ ഓ ഹല ഒടിച്ച ദൈവമേ. ഓ റബാന ശന്ധന ധീരം രക്ഷസിയ, അവിടെ രണ്ട് കൈകളും ഒടിച്ച ദൈവമേ. അപ്പാ we are praying, O Lord കർത്താവേ, we are fighting the battle in the spiritual realm, O Lord റബാനി അൽതമന സീഖ റബാന ശന്ധന ധീര രക്ഷസി. ഓ റബാന ശന്ധന ധീര രക്ഷസിയ റബ. ദൂതൻ വെള്ളം കലക്കുമ്പോൾ അപ്പ ചാടുന്നത് പോലെ കർത്താവേ, അപ്പ ഞങ്ങൾ വചനത്തിലേക്ക് കർത്താവേ, ആഴത്തിലേക്ക് ഇറങ്ങുന്നു കർത്താവേ. we are going deep into the word of the Lord റബാനി. ഓ റബാന ശന്തന ധീര രക്ഷസിയ റബ. ഓ റേഖമന ശന്തന ധീര രക്ഷസിയ റബ. അപ്പോ ഞങ്ങളുടെ മക്കളെ എല്ലാ ഗുഡ്നസിലും റീസ്റ്റോർ ചെയ്യണമേ കർത്താവേ. ആ റബാന സീഖോന ഹസ്തേനിയ റബാനിയ ശന്തന. ഓ റബാന ശന്തന ധീര ബല 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 ബൗഷസിയ റബ. ഓ ഹല്ലേലൂയ. അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ may there be peace in Israel. ഇസ്രായേൽ എന്താണ്? സമാധാനം ഉണ്ടാകട്ടെ. സമാധാനത്തിന്റെ ദൈവം വേഗം തന്നെ സാത്താനെ എന്താണ് നമ്മുടെ കാൽ കീഴെ ചതച്ചു കളയും. എല്ലാവർക്കും ഒരു നിമിഷം എണീക്കാമോ? ലെറ്റ്സ് ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓ ലോർഡ് റബാനി ശന്തന ധീര രക്ഷസിയ. അന്നാളിൽ യഹോവ വലുപ്പവും കടുപ്പവുമുള്ള ഒരു വാള് വെച്ച് വിദൂര സർപ്പമായ ലിവ്യാദാനെയും വക്ര സർപ്പമായ ലിവ്യാദാനെയും സന്ദർശിച്ചു. അവരെ മഹാസമുദ്രത്തിൽ വെച്ച് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഓ റബന ശന്തന ധീര രക്ഷസിയ റബ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാത്താനെ, ആ വഞ്ചക സാത്താനെ, ആ പാമ്പിനെ, ആ ആങ്സൈറ്റിനെ, ആ ഡിപ്രഷനെ, ആ ഡിസീസിനെ, ഓ ഹല ബോണ്ടേജിനെ, ആ കേഴ്സിനെ കർത്താവേ, ഓ we are breaking in the name of Jesus Christ റബാനിയ ശന്തന ധീര രക്ഷസിയ. ഓ we are breaking the scepter of the devil കർത്താവേ. റബാന ശന്തന ഓ റഖാമന ശന്തന ധീര രക്ഷസിയ റബ. അടകമന ശന്തോ കൽമാനിയ സീഖ റബാനി. അന്യ ഭാഷയിൽ ആരാധിക്കുവാൻ അവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നത്. അവൻ തനിക്ക് ആത്മീയ വർധനം എടുത്തുന്നു കർത്താവേ. ഓ റബന ശന്തന ധീര രക്ഷസിയ റബ. ഓ റഖാമന ശന്തോനിയ റബാനി
അൽതമന സീഖ റബാനിയ. അപ്പൊ ഇപ്പോൾ തന്നെ വഴി തുറക്കട്ടെ. ഓ റബാന ശാന്തന ധീരം രക്ഷസിയ റബ. ഇപ്പോൾ തന്നെ എണീക്കട്ടെ കർത്താവേ. ആ റബാനായ സീഖോ റേഖേ മന ശാന്തന ധീര രക്ഷസി അൽതമന ശാന്തന ധീര ബല 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 ഔഷസിയ റബ. വിശ്വസിക്കുന്ന ജീവജലത്തിന്റെ നദികൾ കവിഞ്ഞൊഴുകട്ടെ കർത്താവേ. റബാനിയ റബാനിയ റബാനിയ. ഓ റബന ശാന്തന ധീര ബല 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 ഔഷസിയ റബാൻ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മരണമേ ഭീകരമാ ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാ ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. തമനാസിക റബല ബല 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 ബൗഷസിയ റബാന ശതന. ഓ റബല ബല ബല ബൗഷസിയ റഖമന ശതോനിയ റബാനിയ. അടവനാസിക റബാന ശാന്തന ധീരം രക്ഷസിയ റബാനിയ. അൽതമനാസിക റബാന ശാന്തന ധീരം രക്ഷസിയ റബാനിയ. ഓ റബാന ശാന്തോനിയ റബന ശാന്തന ധീര ബല 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 ബൗഷസിയ റബ. അപ്പാ ജീവജലത്തിന്റെ നദികൾ കവിഞ്ഞൊഴുകട്ടെ റബാനി. ഓ റബന ശാന്തന ധീരം രക്ഷസിയ റബാനിയ. നിർജീവ അവസ്ഥകളിൽ ജീവജലത്തിന്റെ നദികൾ കവിഞ്ഞൊഴുകട്ടെ. ഓ റഹസിയ റഖമന ശാന്തോനിയ റബാനിയ. ഓ റബാന ശാന്തൽ കൽമന സിക റബാനിയ ശാന്തോനി. ഓ റിഖമന ഷാഹസേദിനി റിഖാല ബർഖമന സിയ റബ. ഓ ദുഷ്ടന്റെ ചെങ്കോൽ ഞങ്ങൾ ഒടിക്കുന്നു കർത്താവേ. ആ റബാനായ സിഖോ റഹസിയ റബാനിയ. ഓ റഗക്ഷ സന്തന ദൂരം രക്ഷസിയ റബാനി. അൽതമന ശാന്തന ദൂര ബല 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 ഔഷ. ഓ റിഖമന ശാന്തന ധീര ബല 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 ഔഷസിയ. ഓ റഖാന സന്തേനിയ റബാല ബല 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 ഔഷസി. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഈ വചനങ്ങളെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. You may be seated in the presence of the Lord.